ഞാൻ ഇന്നൊരു കിടിലം പഴം ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വേനൽക്കാലത്ത് ശരീരം തണുക്കാനും ക്ഷീണം മാറാനും ഒരു നല്ല ഒരു ജ്യൂസാണ് ഈ പഴം ജ്യൂസ്. തിളപ്പിച്ച് അതിൽ അരിഞ്ഞിട്ട് ഇതുപോലെ മുറിച്ചിട്ട് നല്ലവണ്ണം വേവിക്കുക. ഇതിൽ ഏതൊക്കെ പഴട്ടിരിക്കുന്നു? പടത്തിയും അണ്ണാനും പാളയംകുടം പ്രത്യേകമായിട്ടും ജ്യൂസ് ഉണ്ടാക്കി ഈ പഴത്തിന് തൊലി ഉരിച്ചിട്ട് മുറിച്ച് വെള്ളത്തിലിട്ട് അത് ഇതുപോലെ നന്നായിട്ട് വേവിക്കും അല്ലേ? തിളപ്പിച്ച വെള്ളത്തിലിട്ട് വേവിച്ച് ഇതുപോലെ ആകുമ്പോൾ ഓഫ് ചെയ്യണം. ഓഫ് ചെയ്ത് ആറിയതിന് വലിയ അരിപ്പിൽ വെച്ച് അരിച്ചെടുത്തിട്ട് പഞ്ചസാര പാവ് കാച്ചി അതിലൊഴിച്ച് അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന പഴ ജ്യൂസിൽ ഇത് മിക്സ് ചെയ്ത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഞാൻ തന്നെ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഒരുപാട് പഴം നമ്മുടെ ഇവിടെ മിച്ചം വന്നു. ദേവി എഴുന്നള്ളിച്ചപ്പം പഴങ്ങൾ മിച്ചം വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തതാണ്. അത് നിങ്ങൾ ഇതുപോലെ പഴങ്ങൾ കൊണ്ട് കളയാതെ അതിന് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച്. അമ്മമ്മ ലാസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കിയ സമയത്ത് സക്സസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ സമയത്ത് ആദ്യം ഞാൻ പാളയംകുടം പഴം മാത്രം ഉരിച്ച് ഇതുപോലെ വെള്ളം തിളപ്പിച്ച് അതിലിട്ട് പഞ്ചസാരയും പാവിയാക്കി അത് ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ച് എൻ്റെ കൊച്ചുമക്കൾക്കും ഞാനും ഒക്കെ നല്ലവണ്ണം കഴിച്ചു. അതുകൊണ്ട് ഈ പഴം ഞാൻ ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു. തിളപ്പിച്ച് വെച്ച് ഇനി ഇത് ആറിയതിന് ശേഷം നല്ലവണ്ണം പിഴിഞ്ഞ് അരിപ്പിൽ പഞ്ചസാര പാവിയാക്കിയത് ഒഴിച്ച് തണുത്തതിന് ശേഷം കുപ്പിയിലൊഴിച്ച് വയ്ക്കുക. തണുപ്പിച്ച് കഴിക്കുക. നല്ലവണ്ണം എല്ലാവരും ഇത് യൂസ് ചെയ്യൂ. ഇതിൻ്റെ ഫൈനൽ ലുക്കല്ല കാണിക്കല്ലേ? പിന്നെ ഇന്നലെ ചൂടായിരുന്നുകൊണ്ടാണ് നേരത്തെ അരിച്ചെടുക്കാത്തത്. ഇന്നലെ പഴം മുറിച്ചിട്ട് തൊലി ഉരിച്ചതിന് ശേഷം മുറിച്ചിട്ട് നല്ലവണ്ണം വേവിച്ചതിന് ശേഷം വാങ്ങി വെച്ചത് തണുത്തതിന് ശേഷം അതിനെ പിഴിഞ്ഞ് ഇതുപോലെ ആക്കി പഞ്ചസാര പാവ് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇതിൽ ആ പഞ്ചസാര പാവ് കാച്ചിയതും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് തന്നെ ഒഴിച്ച് ഒന്ന് കലക്കി കുപ്പിയിലാക്കി വയ്ക്കുക. ഷുഗർ പേഷ്യൻസിന് പഞ്ചസാര ഒഴിവാക്കാൻ. ഷുഗർ ഉള്ളവർക്ക് പഞ്ചസാര ഇല്ലാതെ ഇത് തണുപ്പിച്ച് കഴിക്കാം. നല്ല ഇത് 6 മാസം വരെയൊക്കെ ഫ്രിഡ്ജിൽ 6 മാസമൊക്കെ ഇരിക്കും. നല്ല തണുപ്പിച്ച് കുടിക്കുന്ന ഫ്രഷ് അരി ശരീരത്തിന് ക്ഷീണമില്ല. ഈ ചൂട് സമയത്ത് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ക്ഷീണം കുറവില്ലായിരുന്നു. ഈ ചൂട് സമയത്ത് ബെസ്റ്റ്. ചൂട് സമയത്ത് ഇത് നല്ലതാണ്. ഫ്രഷ് പഴങ്ങൾ ഉള്ള സമയങ്ങളിൽ ഇതുപോലെ കളയാതെ ഇതുപോലെ ചെയ്യുക. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ശരീരത്തിൽ നല്ല ഉണർവുണ്ടാവും. നല്ല തണുപ്പൊക്കെ. പഴമല്ലേ, പഴമൊക്കെ നല്ല പഴവർഗ്ഗങ്ങളല്ലേ കഴിക്കാൻ. ഇനി ഇതൊരു കുപ്പിയിലാക്കി ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യല്ലേ? ഫ്രിഡ്ജിനകത്ത് വയ്ക്കും. തണുപ്പിച്ചും കൂടെ കഴിക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. പഴം കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും മസ്റ്റായിട്ട് വീട്ടിൽ ട്രൈ ചെയ്യണം അല്ലേ? ട്രൈ ചെയ്തിട്ട് കമന്റിൽ പറഞ്ഞാൽ മതി, അഭിപ്രായം പറയാം. നമുക്കറിയാമല്ലോ എത്ര ട്രൈ ചെയ്തെന്ന്.